സൈക്കോളജി കൗൺസിലർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഹാപ്പിയായി ഇരിക്കാൻ വേണ്ടിയാണ് അല്ലേ? എപ്പോഴും ഹാപ്പിയായി സന്തോഷമായിട്ട് വളരെ പ്ലസന്റ് മൈൻഡോട് കൂടി ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് മനസ്സിനും ഒക്കെ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ചില ഹോർമോൺസ് ആണ് ഹാപ്പി ഹോർമോൺ. അപ്പോൾ ആ ഹാപ്പി ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സെൽഫ് ഹെൽപ്പ് മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെയാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിറ്റോസിൻ ഹോർമോണിനെ നമ്മൾ അറിയപ്പെടുന്ന ഇറ്റ്സ് എ ലവ് ഹോർമോൺ എന്നാണ്. അതായത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും വളരെ ലവബിളായി, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓക്സിറ്റോസിൻ ഹോർമോണിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ? അതിനുവേണ്ടി ഒന്നാമത്തെ കാര്യം, ടു അപ്രീഷിയേറ്റ് ടു എനിബഡി. നമ്മൾ ആരെയെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അവരിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ട് അതിനെ ഒന്ന് അഭിനന്ദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തെയാണ് ടു ഹഗ് ദാറ്റ് റിയലി ലവ്. ഹഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മടുക്കാത്തൊരു കാര്യമാണ് അല്ലേ? ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ കുട്ടികളെ, പാരൻസിനെ, ഹസ്ബൻഡ്, വൈഫ്, പാർട്ട്നേഴ്സ്, ഇവരെയൊക്കെ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. സോ മറക്കല്ലേ, എല്ലാവരും ചെയ്യുക. ദെൻ മൂന്നാമത്തെയാണ് ലിസ്ണിംഗ് മ്യൂസിക്. ഒരു ദിവസം കുറച്ച് സമയം വളരെ സൂത്തൻസായ മ്യൂസിക് കുറച്ച് നേരം കേൾക്കുക. അതും നമ്മുടെ മനസ്സിലുള്ള ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഫോർത്ത് വൺ, പ്ലേയിങ് വിത്ത് ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും യങ്ങായിരിക്കും, ഹാപ്പി ആയിരിക്കും. ദാറ്റ് ആൾസോ സ്റ്റിമുലേറ്റ് അവർ ഓക്സിറ്റോസിൻ. ദെൻ രണ്ടാമത്തെ ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. എൻഡോർഫിൻ ഹോർമോണിനെ നമ്മൾ അറിയപ്പെടുന്നത് ദാറ്റ്സ് എ പെയിൻ കില്ലർ ഹോർമോൺ എന്നാണ്. ബോഡിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത്. ഹൗ വി കൻ സ്റ്റിമുലേറ്റ് എൻഡോർഫിൻ? ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ ഒന്ന് ഹീറ്റാക്കുക. മെഡിറ്റേഷൻ ഈസ് എ ബെറ്റർ ടു സ്റ്റിമുലേറ്റ് എൻഡോർഫിൻ. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈറ്റിംഗ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴും എൻഡോർഫിൻ എന്ന ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ മെഡിറ്റേഷൻ, ഞാൻ പറഞ്ഞല്ലോ മെഡിറ്റേഷൻ ഇതല്ല, കുറേ ഹോർമോൺസിനെ, 1-2-3 ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതായത് ഒന്ന് ഫേഷ്യൽ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മസാജ് ചെയ്യുക, എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു കുളി, ഇതൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഹാപ്പിയായി. ഇപ്പോൾ പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം, അവർ കുറേ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടും ഡെയിലി പോകുന്നുമില്ല. അപ്പോൾ അതവിടെ അങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് തന്നെ ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് ഏറ്റവും ബെറ്റർ വേ ടു സ്റ്റിമുലേറ്റ് അവർ എൻഡോർഫിൻ. ഇനി മൂന്നാമത്തെ ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. സെറോട്ടോണിൻ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മൂഡ്, ഹാപ്പിനെസ് ഒക്കെ, സ്ട്രെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തുന്ന കൺട്രോളിങ് ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. സെറോട്ടോണിൻ ഹോർമോണെ നമുക്ക് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമ്മുടെ മൂഡും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ, അമിതമായി വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൽ തന്നെ എൻഗേജ്ഡ് ആയിരിക്കാതെ ഒരു ഹാപ്പിനെസ് അതൊക്കെ പെട്ടെന്ന് മറക്കാനും സാധാരണ ലൈഫിലേക്കൊക്കെ വരാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും നല്ല സെറോട്ടോണിൻ ഹോർമോൺ ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സൺറൈസ്, അതിരാവിലെയുള്ള സൺറൈസ് കൊള്ളുക എന്നതാണ്. കുറച്ചു നേരം നമ്മൾ എഴുന്നേറ്റ് ഒരു 2-3 മിനിറ്റ് നമ്മൾ വരുന്ന ആ സൺറൈസ് ഒന്ന് കുറച്ചു നേരം കൊള്ളുക. അതേപോലെ തന്നെ ആ സൺറൈസ് കൊണ്ടുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുക, അതും ഏറ്റവും ബെറ്ററാണ്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വല്ലാണ്ട് സ്ട്രെസ് വരുമ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ പുറത്തുനിന്ന് നടക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ കാണാൻ പോയി, അല്ലെങ്കിൽ കുറച്ച് ദൂരം പ്രകൃതിയുമായിലൂടെ ഞാൻ നടന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ സിറ്റിംഗ് നിയർ ദ നേച്ചർ, ദാറ്റ് ഇസ് എ ബെറ്റർ വേ ടു സ്റ്റിമുലേറ്റ് ദ സെറോട്ടോണിൻ. പിന്നെ ഒരു വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാട്ടിലൂടെ കുറച്ച് ദൂരം നടക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ തനിയെ കുറച്ച് നേരം ഇരിക്കുന്നത് ഒക്കെ സെറോട്ടോണിൻ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യും, ബൂസ്റ്റപ്പ് ചെയ്യും. അത് കൂടുതൽ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു മൈൻഡ്ഫുൾ ടെക്നിക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഒറ്റയ്ക്ക് കുറച്ച് നേരം പ്രകൃതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു ദിവസത്തെ ആണെങ്കിലും അതിൻ്റെ പാസ്റ്റ് തോട്ട്സൊക്കെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സെറോട്ടോണിൻ ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നാലാമത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. ഡോപ്പമൈൻ ഹോർമോൺ ഈസ് റിവാർഡിംഗ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ എല്ലാ ആളുകളും എനിക്ക് ഗിഫ്റ്റ് തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നമുക്ക് വേണ്ടി തന്നെ വാങ്ങാം. ഒരുപാട് കോസ്റ്റ്ലി ആയി ഗിഫ്റ്റ് വാങ്ങുന്നതില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ടോ വിലയില്ല എന്നല്ല, നമ്മളത് എപ്പോൾ വാങ്ങുന്നു, ആ വാങ്ങുന്ന സന്ദർഭം എന്താണ്, ആരാണ് നമുക്ക് തരുന്നത്, അതൊക്കെ ആ ഗിഫ്റ്റിൻ്റെ മൂല്യം ഏറ്റവും കൂട്ടും. ചിലപ്പോൾ ഒരു സ്വീറ്റ്സ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു കീ ചെയിൻ ആയിരിക്കും, ഒരു ചെറിയ പേഴ്സ് ആയിരിക്കും, ഒരു ഡ്രസ്സായിരിക്കും. അങ്ങനെ നമുക്ക് അഫോർഡബിളായ വളരെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നമ്മൾ തന്നെ വാങ്ങി സ്വയം സന്തോഷം കണ്ടെത്തുക. അതേപോലെ തന്നെ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകളൊക്കെ മറ്റുള്ളവർക്ക് വാങ്ങി കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ഹാപ്പിനെസ്. ഇതുപോലെ തന്നെ ഡൂയിങ് നമ്മളിൽ എല്ലാ ആളുകളിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കഴിവുണ്ട്. ഒരു കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത ആളാണ് ഞാനെന്നൊക്കെ വെറുതെ ചിന്തിക്കുന്നത്. എല്ലാവരിലും ഒരു വളരെ മനോഹരമായ ഒരു കഴിവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കാം, ചിലർക്ക് എഴുതുന്നതായിരിക്കാം, നല്ല ഡ്രസ്സ് ഇടുന്നതായിരിക്കാം, പാചകം ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് വീടൊക്കെ എങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും നീറ്റ് ആയിട്ട് വെക്കുന്നത്, അങ്ങനെയായിരിക്കാം. അപ്പോൾ എന്താണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതാണ് നമ്മുടെ കഴിവ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണോ മടുപ്പില്ലാതെ എത്ര നേരം വേണമെങ്കിലും എനിക്ക് ചെയ്യാം എന്ന് തോന്നുന്നത്, നാളെയും ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യില്ലേ, അതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ആ കഴിവിനെ ഒന്ന് പൊടി തട്ടിയെടുക്കുക, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് വേണ്ടി, നമ്മളല്ലാതെ വേറെ ആരാ മാറ്റിവെക്കുന്നത് സമയം? അപ്പം നമുക്ക് വേണ്ടി കുറച്ച് സമയം, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര ബിസി ലൈഫാണെങ്കിലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് സമയമോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ ഈ 4 ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മൾ എത്ര സമ്പാദിച്ചാലും എത്ര കഷ്ടപ്പെടുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സമാധാനമായി ഹാപ്പി ആയിട്ട് ലൈഫ് മുഴുവൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.